നിങ്ങൾക്ക് എൻ്റെ ബീങ് എ സിംഗിൾ പേരൻറ്റ്, ഞാനിപ്പോൾ 2016 മുനീർ എന്ന വ്യക്തിയെ കല്യാണം കഴിച്ചത്. പക്ഷെ അതുവരെ ഞാൻ സിംഗിൾ പേരൻ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും പീഡിപ്പിച്ച ഒരാളായിട്ടും കുട്ടിയുടെ ഒരു ഫീസ് കാര്യം പോലും ചോദിച്ചിട്ടും ഇയാളെ സഹായിക്കാൻ എത്ര ക്രൂരനാണെന്ന് ഓർത്ത് നോക്കി, ഒന്ന് മനസ്സിലാക്കി അല്ലേ? സഹായിക്കണോ വേണ്ടിയോ? അയാൾക്കൊരു കടമയില്ലേ? അതുപോലെ സഹായിക്കാൻ ദൈവം അയാളോട് ചോദിക്കും. ഇങ്ങനെ ക്രൂരമായി പീഡിപ്പിച്ച ഒരാളോട് എങ്ങനെ പൈസ ചോദിക്കാൻ ചോദിച്ചു എന്നൊരു ചോദ്യം ചിലർ ചോദിക്കുന്നുണ്ട്. ചോദിക്കുന്നോ? അപ്പൊ തന്നെ നമ്മൾ ചോദിക്കുന്നില്ല. പിന്നെ 3-4 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇയാളെ വിടില്ല എന്നൊരു മനസ്സിൽ എനിക്ക് പാടുണ്ടായിരുന്നു. ഞാൻ ഇയാളെ അപ്പോൾ അത് ഞാൻ സഹായം ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി വാട്ട് എ ക്രൂവൽ പേഴ്സൺ ഹി ഈസ്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് 25,000 രൂപ മിനുവിന്റെ ഒരു ബുദ്ധിമുട്ട് വന്ന സാഹചര്യത്തിൽ 25,000 രൂപ മിനുവിന് തന്നിരുന്നെങ്കിൽ മിനു ഒരു പക്ഷേ ഈ കേസുമായിട്ടോ ഇങ്ങനെ വെളിപ്പെടുത്തലോ ഒന്നും മുന്നിൽ മുതിരില്ലായിരുന്നു അല്ലേ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ മുകേഷ് എന്ന വ്യക്തി ഇപ്പം എൻ്റെ അടുത്ത് മാത്രമാണ് ഉള്ളതെങ്കിൽ ചിലപ്പം അത് ഒരു ഇഷ്ടത്തിൻ്റെ പുറത്തായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ രേവതി സമ്പത്തും വേറെ ആൾക്കാർ ഒക്കെ മുകേഷിൻ്റെ ഒരു അമ്മേനെ പീഡിപ്പിക്കാൻ പോയി എന്നെല്ലാം പറഞ്ഞു കേട്ടപ്പോഴത്തേക്കും ഞാൻ പിന്നെ ബോംബെയിലെ ഒരു ആങ്കറിനോടും ഒക്കെ ഇയാളുടെ ഇത് സ്ഥിരമാണല്ലേ, അപ്പോൾ ഇയാളുടെ സ്വഭാവം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ പണി. ഇപ്പം സരിത ചേച്ചീനെ അങ്ങനെ ഉപദ്രവിച്ചു, പിന്നെ മറ്റേ സ്ത്രീയായിട്ട് പിരിഞ്ഞു. ഇതെല്ലാം കേട്ടറിഞ്ഞാൽ ഞാൻ സത്യം ഉള്ള കാര്യം എനിക്കും പീഡനം ഉണ്ടായിരുന്നു ഞാൻ പറയുമായിരുന്നു. അതെന്താ നമ്മളാ പൈസ ഞാൻ ചോദിച്ചത് സഹായമാണ്. എനിക്ക് ആ പൈസ തിരിച്ചു കൊടുക്കാമല്ലോ, കൊടുക്കാമല്ലേ? എത്ര പേർക്ക് വാങ്ങിച്ചെടുത്തില്ല, നമ്മൾ റോൾ ചെയ്യും പൈസ. അപ്പോൾ ഓക്കെ, താങ്ക് യു മിനു, താങ്ക്സ് എ ലോട്ട് പ്രഭാതത്തിൽ ചേർന്നതിൽ. ഇതാണ് മിനു പറഞ്ഞ കാര്യങ്ങൾ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വിട്ടു നൽകുന്നു, കോടതിക്കും നമ്മുടെ അന്വേഷണ സംഘത്തിനുമായി വിട്ടു നൽകുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മിനു പറഞ്ഞത്. ഇതുവരെയും പറയാത്ത പല കാര്യങ്ങളും മിനു തുറന്നു പറയുന്നു.